ഇതാണ് ഗാലറി ഏരിയ വരുന്നത്. 3rd ഫ്ലോർ ആണ്. ഓഫീസുകളൊക്കെ ഇങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഉള്ള പോലെ പെയിന്റ് അടിക്കുക അങ്ങനെയൊന്നും വേണ്ട, എല്ലാം ഈ പറഞ്ഞ ഒരു ഹൈടെക് ഓഫീസ് ആയിരിക്കും. അപ്പം ഒരുപാട് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിനൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള ബോർഡ് റൂംസ്, പല കപ്പാസിറ്റി ഉള്ള ബോർഡ് റൂംസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് പില്ലർ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂംസ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ മീറ്റിങ്ങുകൾ നടത്തണമെങ്കിലും നമുക്ക് നമ്പർ ഓഫ് റൂംസ് ഇപ്പോൾ ഇല്ലാത്ത ഫെസിലിറ്റി എല്ലാം കൊടുക്കാമെന്നാണ് ഉദ്ദേശം. ഇത് 2-3 നിലകൾ നമുക്ക് റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിലേക്കുള്ള ഫ്ലോറുകൾ അതുകൊണ്ടാണ് ഈ ഫ്ലോറുകൾ ഉപയോഗിക്കുക. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ഗവൺമെന്റ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കും മറ്റ് കോർപ്പറേഷനിൽ വരുന്ന ആൾക്കാർക്കും മുനിസിപ്പൽ ആൾക്കാർക്കും അല്ലെങ്കിൽ മേയർക്കും ഒക്കെ താമസിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് റെസിഡൻഷ്യൽ ഏരിയ 36,000 സ്ക്വയർ ഫീറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഒരു ക്രോസ് സെക്ഷൻ വരിക. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, 1000 കാറിന്റെ പാർക്ക് ചെയ്യാം. പ്ലാസ ഏരിയ, കോർപ്പറേഷന്റെ ഫ്ലോർ, മേയറുടെ ചേംബർ, കോർപ്പറേറ്റ് കൗൺസിൽ ഹാൾ, ഇത് ഗാലറി ഫ്ലോർ. ഇവിടെ തൊട്ട് 1, 2, 3, 4 ഫ്ലോർ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഓവറോൾ ഈ 2.6 ഏക്കേഴ്സിനകത്ത് നമുക്കുള്ളത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം എല്ലാ ബിൽഡിങ്ങും കൂടെ കൂട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കിട്ടുന്നു. അതിന്റെ 4 ഇരട്ടി നമ്മൾ കിട്ടുകയാണ്. ഇത് കുറച്ച് 3D വ്യൂസ് ആണ്. പ്രത്യേകതയെല്ലാം ചില നമ്മൾ മതിലുകൾ കെട്ടി അടച്ച് ഒരു കോട്ട പോലെ അല്ല ചെയ്തത്. ഇത് വളരെ തുറന്നിട്ടിട്ട് ഒരു ഓപ്പൺ സമീപനമാണ് ബിൽഡിങ്ങിലോട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ബയോഫിലിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കെട്ടിടം. ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ബ്രിക്കിന്റെ ഒരു ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ഹെറിറ്റേജ് സോണുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നേപ്പിയർ മ്യൂസിയം നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും ബ്രിക്ക് ക്ലാഡിംഗ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഇമേജസ് ആണ്. ക്ഷമിക്കണം.
അപ്പോൾ ഇത് നിരവധി കാലമുള്ള ഒരു ആവശ്യം, അതിൻ്റെ ഒരു തുടക്കം എല്ലാവർക്കും ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണ്. ബാക്കി ഡീറ്റെയിൽ ചർച്ചയൊക്കെ നമുക്ക് പിന്നീടാകാം. ബഹുമാനപ്പെട്ട മേയർ, കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കെട്ടിടം ഏകദേശം 60 വർഷത്തിന് മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇന്നിപ്പോ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പുതിയ സെൻസസ് വരുമ്പോൾ 13-14 ലക്ഷം ജനസംഖ്യ തിട്ടപ്പെടുത്തപ്പെടുന്ന ഈ നഗരം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൗഢിയിലേക്ക് അതിൻ്റെ നഗരഭരണം കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തും ഉണ്ടാകും. അതിന് അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രീകരിക്കുന്ന നഗരസഭയുടെ കാര്യാലയം, നഗരസഭ ഓഫീസൊക്കെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളിലേക്കും മറ്റും എത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റവും ബഹുമാനപ്പെട്ട മേയറുടെ ആ ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടിന് നഗരസഭാ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയറും സെക്രട്ടറിയും ഒക്കെ നേതൃത്വം കൊടുത്തൊരു സബ് കമ്മിറ്റിയും മറ്റുമൊക്കെ രൂപീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ടാകും. അതിലേക്കും അങ്ങ് എത്രയും വേഗത്തിൽ കടന്ന് കൃത്യമായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയണം. വളരെ വേഗത്തിൽ തന്നെ അടുത്ത കൗൺസിൽ പുതിയ കെട്ടിടത്തിലേക്ക് നടത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് എത്ര വേഗത്തിൽ കഴിയുമോ അതിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ത്വരിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് കിടക്കണമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ കൗൺസിൽ തന്നെ ഈ കാലാവധി തന്നെ തുടർന്നങ്ങോട്ട് മാറ്റണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്കുള്ള ആഗ്രഹം. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് ചർച്ച ചെയ്യാം.